Hi dear students, in this session I am going to familiarize you about the detailed syllabus of public finance, that is one of the paper in 6th semester BA Economics in Calicut University. Welcome to this session. Dear students, Calicut University BA Economics 6th സെമസ്റ്ററിൽ കോർ സബ്ജക്റ്റായിട്ട് വരുന്ന ഒരു പേപ്പറാണ് പബ്ലിക് ഫിനാൻസ്. ഈ പബ്ലിക് ഫിനാൻസിൻ്റെ സിലബസ് നമുക്കിന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇറ്റ് ഈസ് കോഴ്സ് കാറ്റഗറി, ദാറ്റ് ഈസ് കോർ കോഴ്സ് 13 ആണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. 13th പേപ്പറാണ്. ദെൻ പബ്ലിക് ഫിനാൻസ് ECO 6B13 എന്ന് പറയുന്നതാണ് ഈ ഒരു പബ്ലിക് ഫിനാൻസ് പേപ്പറിൻ്റെ കോഡ്. ദെൻ നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് 4 ആണ്. ദെൻ ടോട്ടൽ കോണ്ടാക്ട് ഹവേഴ്സ് വരുന്നത് 90. Then as an introduction to public finance or fiscal economics deals with the fisc of the country. It is related to decision making in the public sector or finance of the governmental agencies. A training in public finance will help students in decision making and higher സ്റ്റഡീസ്. ഓക്കെ, പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പൊതുധനകാര്യം എന്നുള്ളതാണ് പബ്ലിക് ഫിനാൻസിൻ്റെ മലയാളം ടേം. അപ്പോൾ പൊതുധനകാര്യത്തിൽ പ്രധാനമായിട്ടും പൊതുവായിട്ട് വരുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള ധനകാര്യങ്ങളും എന്താണ് ഈ ഒരു പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഡിസിഷൻ മേക്കിംഗ് ഇൻ പബ്ലിക് സെക്ടർ. ഓക്കെ, ഗവൺമെൻറ് സെക്ടറിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പബ്ലിക് ഫിനാൻസിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പേപ്പർ ഈസ് to introduce students to the application of techniques, methods and principles of economics to decision making in public finance. ഓക്കെ, അതായത് ഈ ജനറൽ ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസൊക്കെ നമ്മളറിയാം, പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പർ പഠിക്കുന്നത്. Then the learning outcome, the students are expected to learn how the principles of economics can be applied to sound decision making in public finance. They are expected to learn all the important economic issues that government agents face. ഓക്കെ, അതായത് തിയറിറ്റിക്കലായിട്ട് കുറേയധികം തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കബിലിറ്റീസൊക്കെ എക്കണോമിയിൽ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഇക്കണോമിക് ഇഷ്യൂസ് അത് എങ്ങനെയാണ് ഗവൺമെൻറ് ഫേസ് ചെയ്യുന്നത്. കുറേയധികം പ്രോബ്ലംസ് ഇക്കണോമിക്കായിട്ട് ഗവൺമെൻറ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോബ്ലംസൊക്കെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു പേപ്പർ പഠിക്കുന്നത് വഴി ഏകദേശം ഒരു ധാരണ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കിടക്കുന്ന സമയത്ത് ഹിയർ വി സ്റ്റഡീസ് ദ ഒറിജിൻ, ഗ്രോത്ത്, മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ്. ഇറ്റ് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ ടു പബ്ലിക് ഫിനാൻസ്. എന്താണ് ഈ ഒരു പേപ്പർ, വാട്ട് ഈസ് പബ്ലിക് ഫിനാൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത്. അതിൽ ഈ ഒരു ഒന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നതാണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. ദെൻ മറ്റൊന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. MSA മീൻസ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. ദാറ്റ് ഈസ് എ തിയറി that we will discuss in this paper. Then next we discuss in this module, that is public goods and private goods and mixed goods and merit goods. These are different kinds of goods that are available in our economy. അതായത് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായിട്ടുള്ള പലതരത്തിലുള്ള കമ്മോഡിറ്റീസ്, അതിന് പല പേരുകൾ പറഞ്ഞ് വിളിക്കാറുണ്ട്. അവ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയൊക്കെ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുക വഴി ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ലഭിക്കും. ദെൻ നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് കിടക്കുന്ന സമയത്ത് അവിടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ് വരുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം, പൊതു ചിലവാണ്. അവിടെ ഗവൺമെൻറ്റിനുണ്ടാകുന്ന ചിലവുകൾ, അതേപോലെ തന്നെ അവിടെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് കൂടി നമ്മൾ അവിടെ നടത്തുന്നുണ്ട്. പൊതുവായിട്ട് ഗവൺമെൻറ്റിനുണ്ടാകുന്ന ചിലവുകൾ, അതിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ, അതിനെക്കുറിച്ചിട്ടുള്ളൊരു അനാലിസിസൊക്കെ അവിടെ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കും. ഹിയർ ദ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഇന്ത്യ, that is Wagner's Peacock-Weisman hypothesis, canons of public expenditure,
effect of public expenditure on the economy in India, economy of India, investment evaluation, project evaluation and cost benefit analysis with suitable examples. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനമായിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ അതെങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഇന്ത്യൻ എക്കണോമിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യും. ദെൻ തേർഡ് മൊഡ്യൂളിലേക്ക് കിടക്കുമ്പോൾ ഹിയർ പബ്ലിക് റവന്യൂ ആൻഡ് ഇൻകം ടാക്സ് കാൽക്കുലേഷൻ. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറാണ് പഠിച്ചതെന്നുണ്ടെങ്കിൽ തേർഡ് മൊഡ്യൂളിൽ എന്താണ്, പബ്ലിക് റവന്യൂ ആണ്. ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഹിയർ ദ സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ടാക്സസ്, canon and principles of taxations, ability to pay cost of service and benefit, in impact, incidence and shifting of tax burden, effects of taxation, major taxes in India like income tax, VAT, GST, then calculation of personal and corporation income tax. സോ ഇതെല്ലാം നമ്മൾ ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സസ്, ഈ ഒരു മൊഡ്യൂൾ പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പബ്ലിക് റവന്യൂവിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂസ് ഏതെല്ലാം രീതിയിലൊക്കെയാണ് ഗവൺമെൻറ്റിന് റവന്യൂ ലഭിക്കുന്നത്, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ ഈ ഒരു മൊഡ്യൂൾ പഠിച്ച് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ലഭിക്കും. ദെൻ നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഹിയർ വി ഡിസ്കസ് അബൌട്ട് ദ പബ്ലിക് ഡെപ്റ്റ്. ഹിയർ public debt and budget in India, public debt and debt management in India, debt redemption, budgeting in India, important types, principles, procedures of budgeting, revenue and capital budgets, zero-based budgeting, performance budgeting, primary deficit, revenue and capital deficit, budget deficit, fiscal policy with reference to India, കോൺട്രാസൈക്ലിക്കൽ ഫിസിക്കൽ പോളിസി, ഡെഫിസിറ്റ് ഫിനാൻസിങ് ആൻഡ് ബ്ലാക്ക് മണി ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഈ ഒരു നാലാമത്തെ ചാപ്റ്ററിനകത്ത് നമുക്കറിയാം പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എക്കണോമിയിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ കടമെടുക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അവിടെ പബ്ലിക് ഡെപ്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഒരു പബ്ലിക് ഡെപ്റ്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൻ്റെ ഈ എത്ര പബ്ലിക് ഡെപ്റ്റ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അതിൻ്റെ ബഡ്ജറ്റിങ് എങ്ങനെയാണ് നടക്കുന്നത്, ഇന്ത്യയിലെ ബഡ്ജറ്റിങ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദെൻ ഫിഫ്ത്ത് മൊഡ്യൂൾ വരുന്ന സമയത്ത് ഫെഡറൽ ആൻഡ് ലോക്കൽ ഫിനാൻസ് ഇൻ ഇന്ത്യ, meaning and importance of federal finance and local finance, functions of finance commissions, jurisdictions of finance commission, central state financial relations, local finances, functions and revenues. Here ഇവിടെ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫെഡറൽ ഫിനാൻസിന്, അതുപോലെ തന്നെ ലോക്കൽ ഫിനാൻസ്. ഈ ഒരു ഫെഡറൽ സെറ്റപ്പ് ആയിട്ടുള്ള ഈ ഫെഡറൽ സ്റ്റേറ്റിനകത്ത് എങ്ങനെയാണ് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഈ ഒരു ലോക്കൽ ഏരിയകളിലേക്ക് കൂടി എത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യും. സോ these are the 5 modules we are discussing in this paper, that is public finance. ഓക്കെ, അപ്പോൾ ഈ ഒരു പേപ്പറിനകത്ത് കൃത്യമായിട്ട് ഒരു പൊതുധനകാര്യത്തെക്കുറിച്ചിട്ട് ഈ ഒരു പേപ്പർ പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ലഭിക്കും പൊതുധനകാര്യത്തെക്കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെമസ്റ്ററിൽ ഈ ഒരു പബ്ലിക് ഫിനാൻസ് പേപ്പറിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായിട്ടുള്ള സ്വാഗതം. നല്ല ഒരു വിജയം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പേപ്പർ പഠിച്ചു തുടങ്ങാം. ഓക്കെ, താങ്ക് യു.